ശബരിമലയിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണപ്പാളികൾ തന്നെയെന്ന് സ്ഥിരീകരിച്ച് മുൻ മന്ത്രി രാജീവ് കണ്ഠരര് നവീകരണ പ്രവൃത്തികൾ ക്ഷേത്ര പരിസരത്ത് തന്നെ നടത്തുമെന്നാണ് കരുതിയത്. മുരാരി ബാബുവാണ് അനുമതിക്കായി സമീപിച്ചതെന്നും രാജീവര് പറഞ്ഞു. അനുമതി തേടിയിരുന്നു, അത് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതെ, ഉണ്ണികൃഷ്ണൻ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. അവിടെ ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ല. ശബരിമല കീശാന്തിയുടെ കൂടെ 5-8 വർഷം നിന്നിട്ടുള്ള ആളാണ്. ആ ഒരു പരിചയമായിട്ട് എല്ലാ മാസവും അവിടെ വരാറുണ്ട്, തൊഴാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സത്യത്തിൽ ഭക്തർക്കിടയിൽ വളരെ വിഷമം തോന്നുന്നുണ്ട്, വേദനാജനകമാണ്. ഒരുപാട് വിശ്വാസികളെ സംബന്ധിച്ച് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അത് നിങ്ങളത് പൊലിപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. നന്ദുഷ കൂടുതൽ വിവരങ്ങളുമായി. നന്ദുഷ, എന്താണ് ഈ കേസിൽ നിർണായകമായേക്കാവുന്ന ഒരു കാര്യം പറയുകയാണ് തന്ത്രി? മുരാരി ബാബു നടത്തിയ വെളിപ്പെടുത്തലുകളെ പാടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കണ്ഠരര് രാജീവ് അവര് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ശബരിമലയിൽ ചെമ്പുപാളികളായിരുന്നില്ല, സ്വർണ്ണപ്പാളികൾ തന്നെ ആയിരുന്നു എന്നാണ് മുൻ തന്ത്രി ഉറപ്പിച്ചു പറയുന്നത്. അതോടൊപ്പം ഈ ശബരിമലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഭക്തർക്കടക്കം വലിയ ആശങ്കകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അദ്ദേഹത്തിന് അറിയാമെന്നും കീശാന്തിയുടെ സഹായിയായി വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ എത്തിയ ആളാണെന്നും മകന്റെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നുവെന്നും കണ്ഠരര് രാജീവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണിക്കായി അനുമതിക്ക് സമീപിച്ചിരുന്നു. തന്നെ മുരാരി ബാബുവാണ് സമീപിച്ചത്. ക്ഷേത്ര പരിസരത്ത് തന്നെ വെച്ചായിരിക്കും അറ്റകുറ്റപ്പണികൾ നടക്കുക എന്ന് കരുതിയാണ് അനുമതി നൽകിയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് പിന്നീട് നടന്നത്. അതുപോലെ മറ്റൊരു വിവാദങ്ങളിൽ മറ്റൊരു ചർച്ചയായ കാര്യമായിരുന്നു പഴയ വാജി വാഹനം ഇപ്പോൾ എവിടെ എന്നുള്ളത്. അതിപ്പോൾ തന്ത്രിയുടെ പക്കൽ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ തന്ത്രി പറയുന്നത്. വാജി വാഹനം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തന്ത്രി എന്ന അവകാശം, വാജിവാഹനം കൈവശം വെക്കാനുള്ള എല്ലാ അവകാശം തന്ത്രി എന്ന നിലയിൽ തനിക്കുണ്ടെന്നും അതിനാലാണ് വാജിവാഹനം തന്റെ കൈവശം സൂക്ഷിച്ചിരിക്കുന്നതെന്നും മുൻ തന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും സ്വർണ്ണപ്പാളി വിവാഹത്തിൽ തന്റെ മനോവ്യഥകളും അതോടൊപ്പം ആശങ്കകളും വിവിധ ആളുകൾ ഉന്നയിച്ചിട്ടുള്ള വെളിപ്പെടുത്തലുകളും ഒക്കെ തന്നെ പാടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മുൻ തന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നും മുൻ തന്ത്രി പറയുന്നുണ്ട്. നിഷ, ശരി, തന്ത്രിയുടെ പ്രതികരണം അവർക്ക് കൂടി കേൾക്കാം. അനുമതി തേടിയിരുന്നു, അത് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതെ, ഉണ്ണികൃഷ്ണൻ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. അവിടെ ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ല. ശബരിമല കീശാന്തിയുടെ കൂടെ 5-8 വർഷം നിന്നിട്ടുള്ള ആളാണ്. ആ ഒരു പരിചയമായിട്ട് എല്ലാ മാസവും അവിടെ വരാറുണ്ട്, തൊഴാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സത്യത്തിൽ ഭക്തർക്കിടയിൽ വളരെ വിഷമം തോന്നുന്നുണ്ട്, വേദനാജനകമാണ്. ഒരുപാട് വിശ്വാസികളെ സംബന്ധിച്ച് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അത് നിങ്ങളത് പൊലിപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. തന്ത്രി കുടുംബം എന്നുള്ള വിശ്വാസികളോട് എന്താണ്